മക്കളെ, മിലിറ്ററി നേഴ്സിംഗ് സർവീസ് അഥവാ MNSൻ്റെ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഈ വർഷത്തേത്. അതായത് 2026 BSc നേഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജുകളിലാണ് ഇതിൻ്റെ നേഴ്സിംഗ് കോഴ്സസ് ഉണ്ടാവുക. മിലിറ്ററി നേഴ്സിംഗ് സർവീസ് അഥവാ MNS എന്നാണ് അറിയപ്പെടുക. ഇതിപ്പോൾ ആർക്കാണ് അപേക്ഷിക്കാവുമെന്ന് ചോദിച്ചാൽ ഓൺലി ഫോർ ഫീമെയിൽ കാൻഡിഡേറ്റ്, പെൺകുട്ടികൾക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ പറ്റുക. എങ്ങനെയുള്ളവർക്കാണ്? നീറ്റ് UG 2026 ക്വാളിഫൈ ചെയ്ത കുട്ടികൾക്കൊക്കെ അപേക്ഷിക്കാം. അപ്പോൾ അത് പിന്നീട് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് ടോപ്പിൽ വരുന്ന കുട്ടികളെയാണ് അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുക. അപ്പോൾ അവരുടെ വേക്കൻസി ഫില്ല് ചെയ്യുന്നുണ്ട്. ഏകദേശം 220ഓളം സീറ്റാണ് നേഴ്സിങ്ങിന് ഉണ്ടാവുക. അപ്പോൾ ഈ 220 സീറ്റിലേക്കുള്ള സാധാരണഗതിയിൽ ഒരു 4 ഇരട്ടി കുട്ടികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വിളിച്ച് അവർക്ക് അടുത്ത ടെസ്റ്റും ഇൻ്റർവ്യൂവും ഒക്കെ നടത്തി അതിൽ വേക്കൻസി വന്നാലേ അടുത്തവരെ വിളിക്കൂ. അങ്ങനെ ഒരു ലിസ്റ്റാണ് അവർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ, നീറ്റ് UG 2026 ക്വാളിഫൈ ചെയ്ത കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കുന്നതിൽ തെറ്റില്ല. ഇനി ഈ BSc നേഴ്സിംഗ് കോഴ്സിൽ അവരെടുക്കുന്ന അല്ലെങ്കിൽ അവരെങ്ങനെയാണ് കുട്ടികളെ എടുക്കുക എന്ന് ചോദിച്ചാൽ, നീറ്റ് UG 2026 സ്കോറും അതേപോലെ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അവർ നടത്തും. ഏതിൻ്റെയാ? ജനറൽ ഇൻ്റലിജൻസ്, ജനറൽ ഇംഗ്ലീഷ്. ഓക്കെ, TOGIGE എന്ന് പറയും. അപ്പോൾ ഇതിനൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. അപ്പോൾ ടെസ്റ്റ് ഓഫ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് ജനറൽ ഇംഗ്ലീഷ്, അതാണ് ടെസ്റ്റ്. അതിനുശേഷം ഒരു സൈക്കോളജിക്കൽ അസസ്മെൻ്റ് ഉണ്ടാവും, ഇൻ്റർവ്യൂ ഉണ്ടാവും, ഫിസിക്കൽ മെഡിക്കൽ ഫിറ്റ്നസ് ഒക്കെ ചെക്ക് ചെയ്യും. ഇതിന് ശേഷമാണ് അഡ്മിഷൻ ഉണ്ടാവുക. ഇനി MNSൽ, അതായത് മിലിറ്ററി നേഴ്സിംഗ് സർവീസിലേക്ക് അപ്ലൈ ചെയ്യുന്ന കുട്ടികൾ ശ്രദ്ധിക്കുക, നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? നീറ്റ് UG 2026 ക്വാളിഫൈ ചെയ്ത കുട്ടിയായിരിക്കണം. 2, ഓൺലൈനിൽ joinindianarmy.nic.in എന്നുള്ള സൈറ്റിൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തവരായിരിക്കണം. എന്നിട്ട് ഇങ്ങനെയുള്ള കുട്ടികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ബാക്കി ഇൻ്റർവ്യൂ, സൈക്കോളജിക്കൽ അസസ്മെൻറ്റ് ഒക്കെ ഉണ്ടാവും, പിന്നെ ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ക്വാളിഫൈ ചെയ്താൽ മാത്രമേ പരിഗണിക്കൂ. ശ്രദ്ധിക്കേണ്ട കാര്യം, എലിജിബിലിറ്റി കണ്ടീഷൻസ് നോക്കുക. ആദ്യം തന്നെ ഞാൻ പറഞ്ഞിരുന്നു, പെൺകുട്ടികൾക്ക് മാത്രമാണ്, ആൺകുട്ടികൾക്കില്ല. പെൺകുട്ടികൾക്ക് മാത്രമാണ്. എങ്ങനെയുള്ള പെൺകുട്ടികൾക്കാണ്? അൺമാരീഡ് ആയിരിക്കണം, വിവാഹം കഴിക്കാത്തവരായിരിക്കണം. ഇനി വിവാഹം കഴിച്ചവരാണെങ്കിൽ ഡിവോഴ്സ്ഡ് ആയാൽ അപ്ലൈ ചെയ്യാം, ലീഗലി സെപ്പറേറ്റഡ് ആണെങ്കിൽ അപ്ലൈ ചെയ്യാം, വിധവകളാണെങ്കിൽ, വേറെ ബാധ്യതകളൊന്നുമില്ലാത്ത വിധവകളാണെങ്കിലും അപ്ലൈ ചെയ്യാം. ഇത്രയും പേർക്ക് അപ്ലൈ ചെയ്യാം. ഇന്ത്യൻ സിറ്റിസണുമായിരിക്കണം. ഇനി അതിൻ്റെ ഏജ് ക്രൈറ്റീരിയ നോക്കുക. ബോൺ ബിറ്റ്വീൻ 2001 ഒക്ടോബർ 1 2009 സെപ്റ്റംബർ 30 ഇടയ്ക്ക്, ഈ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവരായിരിക്കണം. അതായത് 2001 ഒക്ടോബർ 1 2009 സെപ്റ്റംബർ 30 ഉൾപ്പെടെ അതിനിടയ്ക്ക് ജനിച്ചവരായിരിക്കണം അപേക്ഷിക്കേണ്ടത്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് കുട്ടി ഫസ്റ്റ് അറ്റംപ്റ്റിൽ +2 പാസ്സായിട്ടുണ്ടാവണം. അതായത് ഫെയിൽ ആയതിനു ശേഷം അപ്ലൈ ചെയ്ത കുട്ടികൾക്ക് പറ്റില്ല. ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായിരിക്കണം +2. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ്, ഈ 4 സബ്ജക്റ്റ് പഠിച്ചിട്ടുണ്ടാവണം. ഇതിന് 4 ചേർത്ത് 50% മാർക്കും ഉണ്ടാവണം. ഇങ്ങനെയുള്ള കുട്ടികൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഫിസിക്കലി ഫിറ്റുമായിരിക്കണം. അങ്ങനെ അപ്ലൈ ചെയ്യുന്ന കുട്ടികളിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന കാൻഡിഡേറ്റ്സിനെ, അതായത് ഈ സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത്, അതായത് നീറ്റ് എലിജിബിൾ ആയിരിക്കുന്ന കുട്ടി ജോയിൻ ഇന്ത്യൻ ആർമി എന്നുള്ള സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം. ആ രജിസ്റ്റർ ചെയ്ത കുട്ടികളിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന കുട്ടികൾക്ക് പിന്നീട് ഡോക്യുമെൻറ്റിൻ്റെ വെരിഫിക്കേഷൻ ഉണ്ടാവും. അതിനുശേഷം മറ്റ് എക്സാമുകളും ഉണ്ടാവും. ആ മറ്റ് എക്സാം എന്ന് പറഞ്ഞത്, ഒന്ന് ടെസ്റ്റ് ഓഫ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് ജനറൽ ഇംഗ്ലീഷ്, ഈ എക്സാം ഉണ്ടാവും. ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. 40 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റൻ ആയിരിക്കും ഉണ്ടാവുക. ഓരോ ക്വസ്റ്റിനും 2 മാർക്കായിരിക്കും. തെറ്റിയാൽ 0.5 നെഗറ്റീവാണ്. 40 ക്വസ്റ്റ്യൻ, ശരി ഉത്തരത്തിന് 2 മാർക്ക്, അങ്ങനെ ടോട്ടൽ 80 മാർക്കാണ്. അതിൽ തെറ്റിയാൽ 0.5 നെഗറ്റീവും വരും. ഇനി ഈ 40 ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് തരുന്ന സമയം 30 മിനിറ്റാണ്. ഇതാണ് നിങ്ങളുടെ ടെസ്റ്റ് ഓഫ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് ജനറൽ ഇംഗ്ലീഷ്. ഇതിൽ ക്വാളിഫൈ ആവുന്ന കുട്ടികൾക്ക് പിന്നെ സൈക്കോളജിക്കൽ അസസ്മെൻറ്റ് ആൻഡ് ഇൻ്റർവ്യൂ ഉണ്ടാവും. അതിനുശേഷം ഫിസിക്കൽ ഫിറ്റ്നസ് ചെക്ക് ചെയ്യും, മെഡിക്കൽ ഫിറ്റ്നസും ഇതൊക്കെ നോക്കിന് ഇതിനൊക്കെ ശേഷമാണ് പരിഗണിക്കുക. അതേപോലെ എന്തിനൊക്കെ വെയിറ്റേജ് ഉണ്ടാവും എന്ന് ചോദിച്ചാൽ, ഇൻ്റർവ്യൂവിൽ സ്പോർട്സിൽ ഉണ്ടെങ്കിൽ അതിന് വെയിറ്റേജ് ഉണ്ടാവും. അതേപോലെ സർവീസിൽ വർക്ക് ചെയ്യുന്നവരോ റിട്ടയർ ആയവരോ അതിൽ സർവീസിലിരിക്കുക മരണപ്പെട്ടവർക്കോ അവരുടെയൊക്കെ മക്കൾക്ക് അതിനുള്ള വെയിറ്റേജ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കുറേ വെയിറ്റേജുകളൊക്കെ ഇൻ്റർവ്യൂവിൽ അപ്ലൈ ചെയ്യപ്പെടും. ഇനി ഇൻ്റർവ്യൂവിൽ എന്തൊക്കെയായിരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ ക്വസ്റ്റ്യൻസ് ഓൺ ദ ബേസിസ് ഓഫ് കോർ സബ്ജക്റ്റ് അപ് ടു +2 വരെയുള്ള സബ്ജക്റ്റുകളുടെ ബേസിലുള്ള ക്വസ്റ്റ്യൻസ് വരാം, ജനറൽ നോളജിലെ ക്വസ്റ്റ്യൻ വരാം, കറണ്ട് അഫയേഴ്സ് വരാം, അവരുടെ ഇൻട്രസ്റ്റിനെ കുറിച്ചും ഹോബീസിനെ കുറിച്ചും ഒക്കെ ക്വസ്റ്റ്യൻസ് ഇൻ്റർവ്യൂവിൽ പ്രതീക്ഷിക്കാം. ഇനി ഏറ്റവും ഒടുവിൽ ഫൈനൽ സെലക്ഷൻ എങ്ങനെയായിരിക്കും? ഫൈനൽ സെലക്ഷൻ നീറ്റ് UGയുടെ സ്കോറ്, ടെസ്റ്റ് ഓഫ് ജനറൽ ഇംഗ്ലീഷ് ആൻഡ് ജനറൽ ഇൻ്റലിജൻസിൻ്റെ സ്കോറ്, സൈക്കോളജിക്കൽ അസസ്മെൻറ്റിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയും സ്കോറ്,
അതേപോലെ മെഡിക്കൽ ആൻഡ് ഫിസിക്കൽ ഫിറ്റ്നസ്, ഇതിൻ്റെയൊക്കെ ബേസിലായിരിക്കും ഫൈനൽ സെലക്ഷൻ. എന്നിട്ടാണ് കുട്ടിയെ കോളേജിലേക്ക് അല്ലെങ്കിൽ കുട്ടിക്ക് സീറ്റ് അലോട്ട് ചെയ്ത് കൊടുക്കുക. ഇനി സീറ്റുകൾ നോക്കുക. ടോട്ടൽ 220ഓളം സീറ്റാണ്. പൂനെയിൽ 40 സീറ്റാണ്, കൊൽക്കത്തയിൽ 30 സീറ്റാണ്, മുംബൈയിൽ 40 സീറ്റ്, ന്യൂഡൽഹിയിൽ 30 സീറ്റ്, ലക്നൌവിൽ 40 സീറ്റ്, ബാംഗ്ലൂരിൽ 40 സീറ്റ്. ഇങ്ങനെ 220ഓളം സീറ്റിലേക്കാണ് ഈ അഡ്മിഷൻ. ഇനി ഹൗ ടു അപ്ലൈ, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞു, നീറ്റ് ക്വാളിഫൈ ചെയ്ത കുട്ടികൾക്ക് joinindianarmy.nic.in എന്നുള്ള സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ അതിൽ രജിസ്റ്റർ ചെയ്യുമ്പം കുട്ടിയുടെ പേര്, കുട്ടിയുടെ മൊബൈൽ നമ്പർ, വാലിഡ് ഇമെയിൽ ID, അങ്ങനെയുള്ള മറ്റ് പേഴ്സണൽ ഡീറ്റെയിൽസ്, അക്കാഡമിക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക. ആവശ്യമായ ഡോക്യുമെൻറ്റുകളുടെ സ്കാൻഡ് കോപ്പി അപ്ലോഡ് ചെയ്യുക. ഓക്കെ. ഇനി അതേപോലെ തന്നെ കറക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്തതിന് ശേഷമാണ് ഫൈനൽ സബ്മിഷൻ കൊടുക്കേണ്ടത്. ഇനി ഓൾ കാൻഡിഡേറ്റ്സ് എക്സെപ്റ്റ് SC/ST ഒഴികെയുള്ള എല്ലാ കാൻഡിഡേറ്റ്സും ഹൗ ടു പേ സം ഓഫ് 200 rupees, 2000 അല്ല 200 രൂപയാണ് ഫീ പേ ചെയ്യേണ്ടത്. അത് ആർക്ക് ബാധകമല്ല, SC/ST കാൻഡിഡേറ്റ് ഫീ അടയ്ക്കേണ്ടതില്ല. ബാക്കി എല്ലാവരും 200 രൂപ ഫീ അടയ്ക്കണം, രജിസ്ട്രേഷൻ ഫീ ആണ്. ഇനി ഫീ അടയ്ക്കുന്ന കുട്ടികൾ അതിൻ്റെ ട്രാൻസാക്ഷൻ ID ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ നിങ്ങൾ ഈ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കിട്ടിയ കൺഫർമേഷൻ പേജിൻ്റെയും ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചേക്കുക. നിങ്ങളുടെ ഫർദർ പർപ്പസിന് വേണ്ടി ട്രാൻസാക്ഷൻ ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ട്രാൻസാക്ഷൻ്റെ സ്ലിപ്പോ അല്ലെങ്കിൽ IDയോ അതും, ദെൻ അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം കൺഫർമേഷൻ പേജും നിങ്ങൾ സൂക്ഷിച്ച് വയ്ക്കുക. ഇനി ഇതിൻ്റെ സമയം നോക്കുക. അപ്ലൈ ചെയ്യാനുള്ള സമയം എന്ന് തുടങ്ങിയെന്ന് വെച്ചാൽ ജൂലൈ 20 തുടങ്ങി ജൂലൈ 31 വരെ സമയം ഉണ്ടാവും. അതായത് ജൂലൈ 20 രാവിലെ 11 മണി തുടങ്ങി ജൂലൈ 31 രാവിലെ 11 മണി വരെ, ജൂലൈ 31 രാവിലെ 11 മണി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയം ഉണ്ടാവും. ഇനി അപ്ലൈ ചെയ്യാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പ്രൊസീജിയർ നോക്കുക. joinindianarmy.nic.in എന്നുള്ള സൈറ്റിൽ കയറുക. നിങ്ങളിങ്ങനെ ആ സൈറ്റിൽ കയറി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പേജ് കാണാം. ഇത് ജസ്റ്റ് താഴേക്ക് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് താഴെ ഇവിടെ നോട്ടീസസ് ഫോർ RVC, TA ആൻഡ് MNS എൻട്രീസ് എന്ന് കാണാം. ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു പേജിലേക്ക് വരും. ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഫോർ BSc Nursing 2026 എന്നൊരു പേജ് കാണാം. ഇത് PDF ആണ്. ഈ PDF നിങ്ങൾ എടുത്താൽ ഇതിൽ നിങ്ങൾക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡുകളുടെ ഒക്കെ ഡീറ്റെയിൽ ഉണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഞാൻ അതിലെ ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്കൊരു അപ്ലൈ ഓൺലൈൻ ഉണ്ട്. ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഇങ്ങനെ ഒരു പേജിലേക്ക് വരും. ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് അവരാവശ്യപ്പെടുന്ന ഡോക്യുമെൻറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്താൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവും. ഓക്കെ, ഇതാണ് അതിൻ്റെ പ്രൊസീജിയർ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് അപ്ഡേറ്റുകൾ വന്നാൽ ഞാനത് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.